നമ്മൾ പറയാൻ പോകുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. എന്താ നമ്മൾ പറയുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. നമുക്ക് ആദ്യം ഹെഡിങ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു ടേമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? റീ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? റീ പിന്നെ നമുക്ക് എന്ത് പറയാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അത് നമുക്ക് ഈ ടേം മീനിങ് നോക്കാം. വാട്ട് ഈസ് മീനിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭരണഘടന എന്ന് പറയും. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന. എന്താണ് ഈ ഭരണഘടന? നമ്മളെ ഗവേൺ ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ എന്താണോ ഗവേൺ ചെയ്യുന്നത് ആ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അപ്പൊ നമ്മളെ ഗവേൺ ചെയ്യുന്ന സാധനം, നമ്മളെ ഗവേൺ ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നത് മീൻസ് സാധനം അല്ലെങ്കിൽ വസ്തു എന്താണ്? ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ ഇന്ത്യൻ്റെത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിലീജിയൻ ബേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസിന് ബൈബിളാണ്, മുസ്ലിംസിന് ഖുർആനാണ്, ഹിന്ദുസിന് അവരുടെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മീൻസ് അവരെ ഗവേൺ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ആരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പാർട്ട്ണർഷിപ്പിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് അവരുടെ അഗ്രിമെൻ്റ് ആണ്. അതവരുടെ അഗ്രിമെൻ്റ് ആണ്. ഓർ അതർവൈസ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡീഡ്. എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പൊ ഇവിടെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളുടെ പാർട്ട്ണർഷിപ്പിന്റെ അഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പക്ഷെ ഇവിടെ പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. എന്താ പറയുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ. റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും. വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ റീപെയിന്റ് അടിക്കാന്ന് പറയാറുണ്ട് അല്ലേ? ഒരു വീട് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ആദ്യ ആൾ പെയിന്റ് അടിക്കും. പിന്നെയോ ഞാൻ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീപെയിന്റ് അടിച്ചു എന്നറിയും. വീണ്ടും ഒന്ന് പുതുക്കി അല്ലേ? നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? പുതുക്കി. ഇതേപോലെ തന്നെയാണ് ഇവിടെയും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ അപ്പം എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ? പാർട്ട്ണർഷിപ്പ് ഡീഡ്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് പുതുക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് പുതുക്കുക. അപ്പൊ പുതുക്കണീന് പ്രശ്നമുണ്ടോ? ഉണ്ട്. പുതുക്കണീന് എന്ത് പ്രശ്നമുണ്ടോ? ഉണ്ട്. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പുതുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പുതുക്കാം, ഓക്കെ, അതിന് കുഴപ്പമില്ല. പക്ഷെ പുതുക്കി കഴിഞ്ഞാൽ പഴയ പാർട്ട്ണർഷിപ്പ് ഡീഡ് പിന്നെ അവിടെ വാലിഡ് അല്ല. പഴയ പാർട്ട്ണർഷിപ്പ് ഡീഡ് വാലിഡ് അല്ല. പുതുക്കി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡാണ് എന്ത് ചെയ്യുക? അംഗീകരിക്കുക. ന്യൂ ഡീഡാണ് അംഗീകരിക്കുക. ഓൾഡ് ഡീഡ് എന്താണ്? ഒഴിവാക്കും. പിന്നെ പഴയ ഡീഡില്ല. പുതുക്കി കഴിഞ്ഞാൽ പിന്നെ പഴയ ഡീഡ് ഇല്ല. ഇത് പുതുക്കിയെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ സ്ഥാപനം സ്റ്റോപ്പ് ആവോ? ഇല്ല. ഇത് പുതുക്കിയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്ഥാപനത്തിന് എന്ത് ചെയ്യില്ല? ബാധിക്കൂല. സ്ഥാപനം കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷേ എന്ത് ബാധിക്കും? നമ്മളുടെ റണ്ണിങ്ങിൻ്റെ ഫോർമാറ്റിൽ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ പഴയതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക വർക്കിംഗ് പാർട്ട്ണർക്ക് 5000 രൂപ സാലറി വേണം. ഇനി പറയാണ് പുതിയതിൽ വർക്കിംഗ് പാർട്ട്ണർക്ക് 10000 അപ്പൊ ഇനി എന്തായിരിക്കും വരിക? അപ്പൊ ഇനി പുതുക്കിയതാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ പുതുക്കിയതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇനി മുതൽ നമുക്ക് ഏതാണ് ഉണ്ടാവുക? 10000. അപ്പൊ റണ്ണ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വരും. ബിസിനസ് ക്ലോസ് ആവുന്നില്ല. പക്ഷെ പാർട്ട്ണർഷിപ്പിന്റെ അഗ്രിമെന്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള റണ്ണിങ് എന്ത് ചെയ്യും? പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനം പുതിയ ഡീഡ് പ്രകാരം ആയിരിക്കണം. പഴയ ഡീഡ് പ്രകാരം പറ്റൂല. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, എപ്പോഴൊക്കെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യുക? ഓക്കെ, അത്
അതിനു മുമ്പ് ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് വീടൊക്കെ പെയിന്റ് അടിക്കുമ്പോൾ ഒരു കളർ മാറ്റിയിട്ട് അടുത്ത കളർ കൊടുത്താൽ മതി അല്ലേ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും പ്രയാസമില്ല. പക്ഷെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ട്സിൽ മാറ്റം വരുത്തണം. എന്തിന് മാറ്റം വരുത്തണം? അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തണം. അപ്പോൾ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് മാറ്റി വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, മാറ്റാനുള്ള റൈറ്റ് ഒക്കെ പാർട്ട്നേഴ്സിനുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? അവിടുന്ന് അങ്ങോട്ടുള്ള റണ്ണിങ് പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമായിരിക്കണം. മാത്രമല്ല നമ്മളുടെ അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വേരിയേഷൻസുകളൊക്കെ എന്ത് ചെയ്യാനുണ്ട്? വരുത്താനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതാണ് ഇനി എന്ത് പഠിക്കാൻ പോണത്, എന്തൊക്കെയാണ് അക്കൗണ്ട്സിൽ വേരിയേഷൻസ് വരുത്തേണ്ടത്. അപ്പോൾ അക്കൗണ്ട്സിൽ വേരിയേഷൻ വരുത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം അറിയണം, ഏതൊക്കെ സിറ്റുവേഷൻസുകളാണ് ഏതൊക്കെ സിറ്റുവേഷൻസുകളാണ് നമ്മൾക്ക് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷൻസ് ഓർ ഒക്കേഷൻസ്, ഏതൊക്കെ സിറ്റുവേഷൻസ് ഓർ ഒക്കേഷൻസുകളിലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ഒക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്പർ 1, ഫസ്റ്റത്തെ ഒക്കേഷൻസ് ഓർ ഫസ്റ്റത്തെ സിറ്റുവേഷൻ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഏതാണ് ഫസ്റ്റത്തെ സിറ്റുവേഷൻ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഒരാളുടെ പ്രോഫിറ്റ് ഷെയറിങ് മാറി. സപ്പോസ് പഴയതിൽ ഉണ്ടായിരുന്നത് നമ്മളുടെ A+B, അതായത് എയും ബിയും രണ്ട് പാർട്ട്നേഴ്സിന് 2:1 ആണ്. പുതിയതാക്കിയിട്ട് അവർ പറഞ്ഞു ഇനി നമുക്ക് 2:1 ഒന്നും വേണ്ട, നമുക്ക് രണ്ടാൾക്കും ഈക്വലി എടുക്കാം. A:B ഈക്വലി എടുത്തു 1:1. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി പഴയത് പറ്റുമോ? ഇല്ല, കാരണം പഴയതിൽ ഫുൾ ഓൾഡ് വേർഷൻ ആണ്. പുതിയതിൽ എന്താണ് 1:1 ആക്കി അവർ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇനി പഴയത് ക്ലോസ് ആയി, പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡാണ് വരിക. അപ്പൊ അത് നമുക്ക് എന്ത് മാറ്റം വരുത്തണം? നമ്മുടെ അക്കൗണ്ട്സിലും ആ ചേഞ്ചസ് എന്ത് ചെയ്യണം? നമ്മൾ വരുത്തിയിരിക്കണം. നെക്സ്റ്റ് അടുത്ത സിറ്റുവേഷൻ ഏതാണ്? അടുത്ത സിറ്റുവേഷൻ നമ്പർ 2, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ആരാണ്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ ആവാം, രണ്ട് പാർട്ട്ണർ ആവാം, 3 പാർട്ട്ണർ, എത്ര പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, പുതിയ ഒരാളെ നമ്മളെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യും. സപ്പോസ് നമ്മുടെ റേഷ്യോ ഒക്കെ പഴയ തന്നെ 2:1 ആണ്. പക്ഷെ നമ്മൾ സി എന്നുള്ള ഒരാളെ അഡ്മിറ്റ് ചെയ്തു. സി എന്നുള്ള ഒരാളെ നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഡീഡ് പിന്നെ പറ്റുമോ? ഇല്ല, കാരണം സിക്ക് പ്രോഫിറ്റ് ഷെയറിങ് കൊടുക്കണം. സിക്ക് പ്രോഫിറ്റ് ഷെയറിങ് പഴയ ഡീഡിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ പഴയ ഡീഡിൽ പിന്നെ കയറ്റാൻ പറ്റുമോ? ഇല്ല, പഴയ ഡീഡിൽ കയറ്റാനില്ല. പുതിയ ഡീഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം. എന്ത്? A:B:C. ഇനി മുതൽ 2:1:1. അപ്പൊ പഴയ ഡീഡ് ക്ലോസ് ആയി, പുതിയ ഡീഡ് എന്തായി? അപ്ലിക്കബിലിറ്റിയിൽ കയറും. നെക്സ്റ്റ് അടുത്ത സിറ്റുവേഷൻ ഏതാണ്? അടുത്തതാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, നമ്പർ 3 എന്താണ്? റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ. ഒരു പാർട്ട്ണർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുക? സപ്പോസ് ആദ്യം ഉണ്ടായിരുന്നത് A,B,C 3 പാർട്ട്നേഴ്സ് ആണ്. അവര് 2:1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു ഇത്രയും കാലം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. സി പറയാണ് എനിക്ക് പ്രായമായി, ഇനി എന്നെ കൊണ്ട് ഈ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ വെക്കൂല, അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം മുതൽ ഇല്ല. ഓക്കെ, എം അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നീ പോയിക്കോ, കുഴപ്പമില്ല. അപ്പൊ സി പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ വർഷം മുതൽ ആർക്ക് മാത്രമേ പ്രോഫിറ്റ് ഷെയർ ചെയ്യുള്ളൂ? എയും ബി ഉള്ളൂ. അപ്പൊ പഴയ ഡീഡ് പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പഴയ ഡീഡ് പറ്റാത്തത്? കാരണം പഴയ ഡീഡ് ആയിക്കഴിഞ്ഞാൽ ആർക്കും കൂടിയും കൊടുക്കേണ്ടി വരും, പിന്നെ സി കൊടുക്കേണ്ടി വരും. അപ്പൊ സീനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യണം.
പ്രിപ്പയർ. പിന്നെ അത് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് അടുത്തതോ നമ്പർ 4, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിച്ചു, ഒന്നോ അതിലധികമോ പാർട്ട്നേഴ്സ് മരിച്ചു. സാറേ ഒന്നിലധികം പാർട്ട്നേഴ്സ് മരിക്കും, മരിക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഒരു കാർ ആക്സിഡന്റ്, രണ്ടാളൊപ്പം മരിച്ചു, മരിക്കാം. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആ പാർട്ട്ണർ ആ സ്ഥാപനത്തിലുണ്ടോ? ഇല്ല. സപ്പോസ് ഇവിടെ സി വണ്ടി തട്ടി മരിച്ചു, സപ്പോസ് എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. പിന്നെ പിറ്റത്തെ വർഷം മുതൽ സിക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സി ബിസിനസ്സിലില്ല, അപ്പൊ സിക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വേണം എന്ത് ചെയ്യാൻ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോഴും എന്ത് സംഭവിച്ചു? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസുകൾ ഏതൊക്കെ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇത്രയും ഒക്കേഷൻസിൽ ഇനി വേറെയും ഒക്കേഷൻസ് ഉണ്ട്, അമാൽഗമേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ 4 സാധനങ്ങൾ ഏതൊക്കെ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ്? ഓൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പിന്നെന്തായി? ഇൻവാലിഡായി. എന്തായി? ഇൻവാലിഡായി. പകരം നമ്മൾ എന്തുണ്ടാക്കണം? ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണം. പകരം നമ്മൾ എന്തുണ്ടാക്കണം? ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിലാണ് ഇതാണ് വാലിഡ് ഡോക്യുമെന്റ്. ഇത് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്? റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് മാറ്റിയിട്ട് പുതിയതാക്കുന്നതിനെ വിളിക്കണ പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇത് മാറ്റുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ബിസിനസിനെ ബാധിക്കോ? ഇല്ല. പക്ഷെ എന്ത് ബാധിക്കും? അതിന്റെ ഭരണഘടന മാറും. അതിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള തുടർ പ്രവർത്തനങ്ങളിൽ എന്തുണ്ടായിരിക്കും? മാറ്റങ്ങൾ വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എന്താ റീകോൺസ്റ്റിറ്റ്യൂഷന്? 2 ടേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കുക. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇതിന്റെ അഗ്രിമെന്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ്. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ അവരെന്ത് ചെയ്യാണ്? ഒന്ന് റിന്യൂ ചെയ്യണം. ആ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് റിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്